അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ സൂറത്തുർ റൂമിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ച സൂറത്ത് റൂമിലെ 9ാമത്തെ ആയത്തിന്റെ പകുതി ഭാഗം മുതൽ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കഴിയുന്നത്ര നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടുകൂടി പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ച് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ ഖുർആൻ എടുത്തു വെച്ച് ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് റൂമിന്റെ 9ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതി തുടങ്ങിയത്. പകുതി ഭാഗം നമ്മൾ വിശദീകരിച്ചതാണ്. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, എന്നിട്ട് തങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നോക്കുന്നില്ലേ? പരലോകത്തെ നിഷേധിക്കുകയും പരലോകത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മിക്കാതെ അശ്രദ്ധരായി നടക്കുകയും ചെയ്യുന്ന ആളുകളോടുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ കാലത്തുള്ള ആളുകളൊക്കെ വളരെ സൗകര്യങ്ങളുള്ളവരായി, വളരെയേറെ കഴിവുകളുള്ളവരായിരുന്നു, വളരെയേറെ ആസ്തികളുള്ളവരായിരുന്നു. പക്ഷെ അവരുടെ കഴിവുകളും അവരുടെ ആസ്തികളും അവരുടെ ആയുസ്സും ഒന്നും തന്നെ അവർക്ക് ഉപകാരം ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കിയതിനേക്കാളൊക്കെ ഏറെ കൂടുതൽ, ഒരുപാട് കൂടുതലായിട്ടുള്ള എടുപ്പുകൾ, സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ച ആളുകളായിരുന്നു അവർ. എന്നിട്ടും അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഈ ആയത്തിൽ ചോദിക്കുന്നത്. അതിനുള്ള അർത്ഥങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു. അവല യസീറു, അവർ സഞ്ചരിക്കുന്നില്ലേ, ഫിൽ അർളി, ഭൂമിയിൽ, ഫയല്ലറു, അങ്ങനെ അവർ നോക്കുകയും ചെയ്യുന്നില്ലേ, കൈഫക്കാന, എങ്ങനെയായിരുന്നെന്ന്, ആഖിബത്ത്, പര്യവസാനം, അല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെ, കാനു, അവരായിരുന്നു, അശദ്ദ മിൻഹും, ഇവരെക്കാൾ കൂടുതൽ ശക്തർ, ഖുവ്വത്തൻ, ശക്തിയാൽ. അപ്പൊ എന്താണ് നോക്കാൻ പറഞ്ഞത്? ആഖിബത്ത് എന്തായിരുന്നു എന്നാ നോക്കാൻ പറഞ്ഞത്. പര്യവസാനം എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കാം. വസാറുൽ അർള, പിന്നെ അവരെന്താ ചെയ്തത്? ഭൂമി അവർ ഉഴുതുമറിക്കുകയും അമറൂഹ, അതിൽ അധിവാസം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്സറ മിമ്മ അമറൂഹ, ഈ പറഞ്ഞ ആളുകൾ, ഖുർആനിന്റെ മുമ്പിലുള്ള, ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ ജീവിച്ചതിനേക്കാൾ കൂടുതൽ, അധിവസിച്ചതിനേക്കാൾ കൂടുതലൊക്കെ പഴയ കാലത്തുള്ള ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. വജാഅത്തും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, മാത്രല്ല അവരുടെ അടുക്കൽ പ്രവാചകന്മാർ വ്യക്തമായ സന്ദേശങ്ങളുമായി, തെളിവുകളുമായി, ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കൽ വന്നു. ഫമാകാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരോട് അക്രമം ചെയ്യുന്നില്ല. അപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ കാര്യം എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത വചനങ്ങളിലായിട്ട്. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, പക്ഷെ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയായിരുന്നു അക്രമം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന യാത്രകളെ സംബന്ധിച്ചാണ്. യാത്ര ചെയ്താലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് ഇമാം ഷാഫി പറഞ്ഞ ചില നോട്ട്സുകളാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ടെൻഷൻ അകറ്റാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു കവിതയിലാണ് അതുള്ളത്. തഖറബനിൽ ഔതാനി ഫീ തലബിൽ ഗുല വസാഫിർ ഫഫിൽ അസ്വാരി ഖംസു ഫവായിദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, യാത്ര ചെയ്തോളൂ, യാത്രയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യന്റെ ടെൻഷൻ അകറ്റാൻ സാധിക്കും, ഉപജീവന മാർഗം തേടാൻ സാധിക്കും, വിജ്ഞാനം നേടാം, മര്യാദകൾ ശീലിക്കാം. മഹത്തുക്കളായ ആളുകളുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ കൂട്ട് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും ഒക്കെ പോയാൽ ആ ബന്ധങ്ങൾ സ്ഥാപിക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ പറയാം. ഇപ്പൊ അവല യസീറു ഫിൽ അർള്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, സഞ്ചരിച്ചിട്ട് നോക്കാനാ. ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണിക്കാനല്ല. പടച്ചോൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമുഖത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ചരിത്രപരമായ തെളിവുകളുണ്ട്, നിങ്ങൾക്ക് ശാസ്ത്രീയപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായിരുന്നാലും ചരിത്രം മനുഷ്യ വംശത്തിന് തുടർച്ചയായി കാഴ്ചവെക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ ഓരോന്നും തന്നെ പരലോകം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യന് ഉറപ്പിക്കാൻ പറ്റാവുന്ന ചരിത്രങ്ങളാണ് നമ്മൾ ജീവിച്ചു പോരുന്ന ചരിത്രം. നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ യുവത്വകാലം, നമ്മുടെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം, നമുക്ക് മുമ്പുള്ള കാലഘട്ടം, ഏത് കാലഘട്ടങ്ങളും പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ തന്നെയും പരലോകത്ത് ഒരു എത്തിച്ചേരൽ ആവശ്യമാണ്. നമ്മുടെ യാത്ര കൊണ്ട് അവസാനിക്കേണ്ടതല്ല.
എല്ലാറ്റിന്റെയും അവസാനമായി ഒരു ലോകം ആവശ്യമാണ്, പരലോകം ആവശ്യമാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഇത് നമ്മൾ വിശദീകരിച്ചു. മുമ്പുള്ള ആളുകളുടെ പലരുടെയും കഥകൾ നോക്കുക. നൂഹ് നബിയുടെ കഥ, ഹൂദ് നബിയുടെ കഥ, ശുഐബ് നബിയുടെ, ഹൂദ് നബിയുടെ, ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ആളുകളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു അവരെ ജീവിച്ചു കഴിഞ്ഞു പോയത് എന്ന്. പ്രത്യേകിച്ച് ഹൂദ് നബിയുടെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ കഥകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് തരത്തിലുള്ള ശിക്ഷകളാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. എല്ലാ തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടായിരുന്നു. ആ മഴയിൽ തന്നെ ചരൽക്കാറ്റുകൾ, ചരൽ കല്ലുകളാണ്, കാറ്റുകളാണ്. അതേപോലെ മോശമായ മഴ എന്നാണ് മഴയെ പറ്റി തന്നെ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. നമ്മൾ അവസാനിപ്പിച്ചത് ഇവിടെയാണ്. ആഖിബത്ത്, പര്യവസാനം എന്തായിരുന്നു എന്ന് നോക്കാൻ നമ്മളോട് പറഞ്ഞത്. പര്യവസാനം എന്തായിരുന്നു? ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകളുടെ പര്യവസാനത്തെ പറ്റി ഖുർആൻ പറഞ്ഞു. ഇസ്തഈനു ബില്ലാഹ് വസ്ബിറു ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കണേ. എപ്പോഴും പടച്ചവനോട് സഹായിക്കണേ എന്ന് പടച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾ. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണേ. ഇന്നൽ അർള ലില്ലാഹി, തീർച്ചയായും നിങ്ങൾ കണ്ട ഭൂമി ഉണ്ടല്ലോ, നിങ്ങൾ സഞ്ചരിച്ചപ്പോ കണ്ടത്, നിങ്ങൾ ജീവിച്ചപ്പോ കണ്ടത്, നിങ്ങൾ ജനിച്ചയിടത്ത് നിങ്ങൾ കണ്ടത്, നിങ്ങൾ വളർന്നിടത്ത് നിങ്ങൾ കണ്ടത്, നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾ കാണുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, പ്രവിശാലമായ ഈ ഭൂമി, ലില്ലാഹി, അത് ആരുടെയാണെന്നറിയോ? ഉടമസ്ഥൻ ആരാ? അള്ളാഹുവിൻ്റെതാ. യൂരിസുഹാ മൻ യശാഉ, അതിന്റെ വറസത്ത് കൊടുക്കുന്നത്. ബാപ്പ മരിച്ചാലും മക്കൾക്ക് സ്വത്ത് കിട്ടുന്നതിന് പറയുന്ന പേരാണ് വറസത്ത് എന്നുള്ളത്, അനന്തരാവകാശം എന്ന് പറയുന്നത്. അങ്ങനെ പടച്ചോന് ഈ ഭൂമി അനന്തരാവകാശം കൊടുക്കുന്നുണ്ട്. കുറെ കാലം കുറെ ആളുകളുടെ കയ്യിലായിരുന്നു. പഴയ കാലത്ത് ജീവിച്ച ആളുകളുടെ കയ്യിൽ കുറെ ഭൂമി ഉണ്ടായിരുന്നു. ഇന്ന് ജീവിച്ച ആളുകളുടെ കയ്യിൽ കുറച്ച് ഭൂമിയേ ഉള്ളൂ. കാരണം എന്താ? പാരമ്പര്യമായി അതിനെ വീതം വെച്ച് വന്നപ്പോ, നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ 5 സെന്റും 10 സെന്റും 20 സെന്റും 2 ഏക്കറ് 3 ഏക്കറ് 10 ഏക്കറൊക്കെ ചുരുങ്ങി. അതിനു മുമ്പ് കുറെ ഉണ്ടായിരുന്നു. പടച്ചോൻ ഉദ്ദേശിക്കുന്ന മാതിരി അതിന്റെ അനന്തരാവകാശം നൽകും. പല ആൾക്കാരും സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, റോമിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചത് ഒരു കാലത്ത് റോമക്കാരായിരുന്നില്ല, പേർഷ്യക്കാരായിരുന്നു. പിന്നെ അതേപോലെ പരസ്പരം മാറി മാറി വന്നിട്ടുണ്ട്, ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പടച്ചോൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളും അവൻ അനന്തരാവകാശം കൊടുക്കുന്നുണ്ട്. മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. പക്ഷേ എങ്ങനെ പോയാലും, ഇവിടെ കുഴപ്പമുണ്ടാക്കി ജീവിച്ചാലും നല്ലപോലെ ജീവിച്ചാലും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കി തീർത്താലും ഒക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മുത്തഖീകൾക്കാണ് ശുഭപര്യവസാനം ഉണ്ടാകുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സംഗതിയാ. ഒരു ആയത്തും കൂടെ, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നീ ചെയ്യേണ്ടത്, താങ്കൾ ചെയ്യേണ്ടത്, പ്രവാചകരോടുള്ളൊരു കൽപ്പന, നമ്മളോട് എല്ലാവരോടുള്ളൊരു കൽപ്പന, താങ്കളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി പറയും. വസ്തബിർ അലൈഹ, അതിന്റെ പേരിൽ ക്ഷമ കൈക്കൊള്ളാനും. അങ്ങനെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടേക്കാം, കൃത്യമായ നിലനിർത്തി പോകാൻ, ചെയ്യാൻ. അതിന്റെ പേരിൽ പറയുന്നത് കൊണ്ട്, ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കൊണ്ട്, ചെയ്യുന്നത് കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. കാരണം അതൊരു ചിട്ടയാണ്, അതൊരു ജീവിതചര്യയാണ്, അത് മനുഷ്യനെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സംഗതിയാ. പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന സംഗതിയാ, പ്രധാനപ്പെട്ട ഒരു വസ്തുതയാ. അതിനെ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. ഇതല്ലാതെ നിങ്ങളോട് നിസ്കരിക്കണമെന്നും ക്ഷമിക്കണമെന്നും എന്നല്ലാതെ, നിങ്ങളോട് നിങ്ങൾ സമ്പാദിക്കുന്ന ഭൂമിയിലൂടെ നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചല്ലോ, എന്നിട്ട് നിങ്ങൾ ഒരുപാട് നേടിയല്ലോ, ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയില്ലേ, പക്ഷെ അതൊന്നും നമുക്ക് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ലാ നസ്അലുക റിസ്ഖാ, റിസ്ഖ് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. വൽ ആഖിബത്തു ലിത്തഖ്വ നഹ്നു നർസുഖുക, നമ്മൾ തന്നോളം നിങ്ങൾക്ക് തിന്നാൻ, ഭക്ഷിക്കാൻ, ഉപജീവന മാർഗം, അതൊക്കെ നമ്മൾ തരാം. നമ്മൾ അങ്ങോട്ട് തരികയാണ്, നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ടതില്ല. വൽ ആഖിബത്തു ലിത്തഖ്വ, ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിന്റെയും പര്യവസാനം കിടക്കുന്നത് തഖ്വയിലാണ്, സൂക്ഷ്മതയിലാണ്. സൂക്ഷ്മതയുള്ള മനുഷ്യന്റെ ജീവിതത്തിന് ഉണ്ടാകാവുന്ന തുറവി എന്ന് പറയുന്നത്, അവന്റെ അവസാനം എന്ന് പറയുന്നത് വളരെ ഏറെ ശുഭപ്രതീക്ഷയുള്ളതാ. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തോ ചെയ്തോട്ടെ,
നിങ്ങൾ ഏത് രംഗത്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം നിലനിർത്താനും അതിന്റെ പേരിൽ ക്ഷമിക്കാനും സഹിക്കാനും ഏതൊരവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടാൻ പറ്റുമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ശുഭ പര്യവസാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്ന ശുഭപര്യവസാനം, അതേപോലെ ഒരാളുടെ മോശമായ പര്യവസാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ ഖുർആനും ഹദീസും പരിശോധിച്ച് നമുക്ക് കാണാം. നമ്മളോട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അള്ളാഹുവേ നീ നന്നാക്കണേ ആഖിബത്തന ഞങ്ങളുടെ പര്യവസാനം, ഫിൽ ഉമൂരി കുല്ലിഹ എല്ലാ കാര്യങ്ങളിലും, എല്ലാ കാര്യത്തിന്റെയും അവസാനെത്തുമ്പോ നന്നായിക്കണേ. ഒരാള് നല്ലപോലെ ജീവിച്ചു, അയാള് യുദ്ധത്തിൽ ചെന്ന് ഒരുപാട് അടരാടി പൊരുതി, അയാളുടെ ആ യുദ്ധത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോ സഹാബത്തൊക്കെ പറഞ്ഞു എന്തായാലും സ്വർഗത്തിന്റെ അവകാശി കേട്ടോ എന്ന് പറഞ്ഞു. റസൂല് പറഞ്ഞു അങ്ങനെ പറയരുത് ഒരാളെ പറ്റി. അയാളെ വേണമെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ വേണമെങ്കിൽ തന്നെ ചെന്ന് വീക്ഷിച്ചോളൂ. അദ്ദേഹത്തിന് യുദ്ധത്തിലേറ്റ മുറിവ് സഹിക്കാൻ പറ്റാണ്ട് അവസാനം വാളിന്റെ മൂർച്ചയുള്ള അതിന്റെ ആ മൂർച്ചയുള്ള ഭാഗം പൊന്തിച്ചു വെച്ച് അതിന്റെ മുകളിലോട്ട് കമഴ്ന്നടിച്ചു വീണ് അവസാനം മരിക്കുന്ന, സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു രംഗം സഹാബത്തിന് കാണാൻ സാധിച്ചു. അതൊരു സംഭവം നടന്നപ്പോ അതിന്റെ അനുബന്ധമായി ചോദ്യങ്ങൾ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. അപ്പൊ നമ്മൾ നല്ലപോലെ ജീവിച്ചേക്കാം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം, പക്ഷെ അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതും അതിന്റെ എൻഡിങ് ഏറ്റവും നല്ലതാകാൻ വേണ്ടി പടച്ചവനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നല്ല ശൂരത്തുണ്ടാകും, നല്ല ആവേശം ഉണ്ടാകും, പക്ഷെ നമുക്കത് അങ്ങനെ തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വരാം. പടച്ചോനെ ഉള്ളിടത്തോളം കാലം, ജീവിക്കുന്നിടത്തോളം കാലം നല്ലപോലെ ജീവിക്കാൻ, പടച്ചോനെ ജീവിക്കുന്നിടത്തോളം കാലം നിന്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ തരണേ. വഅജിർന മിൻ ഖിസിയ്യിദ് ദുനിയ വഅദാബിൽ ആഖിറ. ആ പ്രാർത്ഥനയുടെ വേറൊരു ഭാഗ, പരലോകത്തിലെയും ഈ ലോകത്തിലെയും ഒക്കെ നിന്ദ്യത ഉണ്ടാകുമല്ലോ, അപമാനം ഉണ്ടാകുമല്ലോ. പലതുകൊണ്ടും അപമാനങ്ങൾ വാങ്ങേണ്ടി വരാറുണ്ട്. സ്വന്തം കാരണങ്ങൾ കൊണ്ട്, കുടുംബത്തിന്റെ കാരണങ്ങൾ കൊണ്ട്, കുട്ടികളുടെ കാരണങ്ങൾ കൊണ്ട്, സമൂഹത്തിന്റെ കാരണങ്ങൾ കൊണ്ട് പല നിലക്കും അപമാനം സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരാം. എന്തായിരുന്നാലും പടച്ചോനെ ലാ തഹ്മിൽ അലൈന, ഞങ്ങൾക്ക് കഴിയില്ല വഹിക്കാൻ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നാണ് ആഖിബത്ത്. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ആഖിബത്തിനെ ശ്രദ്ധിക്കണം. പര്യവസാനം എങ്ങനെയാകുന്നുവെന്ന് നമ്മൾ നോക്കണം. മുൻകാല സമുദായങ്ങൾക്കൊക്കെ വന്നതുപോലെ ആ നാടൊന്നിച്ച് നശിച്ചു പോകുന്ന, ആളുകൾ ഒന്നിച്ച് മണ്ണിനടിയിൽ പെട്ടുപോകുന്ന, ശക്തന്മാരായിട്ട് മല്ലന്മാരായിട്ട് അവരുടെ ശക്തി കൊണ്ട് അവരുടെ കഴിവ് കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു കാറ്റിന്റെ മുന്നിൽ പോലും വീണുകിടക്കുന്ന പന വീണുകിടക്കുന്നത് പോലെ, ഈത്തപ്പനകൾ വീണുകിടക്കുന്നത് പോലെ വീണുകിടക്കുന്ന ആളുകളായി മാറിയ കഥകളൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഓക്കെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബി അബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു. പടച്ചോൻ ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ഒരുപാട് ജോലി കൊടുക്കുക, അവന് പല നിലക്കും അവന് വ്യാപൃതനാക്കുക. ഒന്ന് കഴിഞ്ഞ് വേറൊന്ന്, കുട്ടിന്റെ രോഗം, അത് കഴിഞ്ഞ് മറ്റേ പ്രയാസം, അത് കഴിഞ്ഞ് വേറൊരു സംഗതി, അത് പിന്നെ കല്യാണത്തിന്റെ തിരക്ക്, അതിന്റെ വീടിന്റെ തിരക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ മതരംഗത്തിറങ്ങി, അവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി, അങ്ങനെ ഓട്ടോടോട്ടം ഭയങ്കരമായ തിരക്കാണ്. ആലു കൈഫ യസ്തഅമിലു. സാബത്തിന് സംശയം, എങ്ങനെയാണത്? യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി. റസൂൽ അതിനെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. ആ മനുഷ്യൻ അങ്ങനെ ജോലി ചെയ്ത് മരണത്തിലേക്ക് എത്തിപ്പെടുമ്പോ, ആ മരണത്തിലേക്ക് എത്തിപ്പെടുന്നിടത്ത് പോലും അമലുസാലിഹാത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുകയാണ് പടച്ച റബ്ബ്. അങ്ങനെ മഹാഭാഗ്യം നൽകുകയാണ് അത്തരത്തിലുള്ള ആളുകൾ. അവരുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം പടച്ചവന് വേണ്ടി അമല് ചെയ്യുന്നിടത്ത് ആ തൗഫീഖ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നില്ല. പടച്ചവന്റെ തൗഫീഖോട് കൂടിയിട്ട് മരണം വരേക്കും അങ്ങനെ ചെയ്യുന്ന ആളായതുകൊണ്ട്
പടച്ചോൻ അങ്ങനെ കൊണ്ടുപോയി പിന്നാലെ നിന്നിട്ട് പടച്ചോന്റെ താങ്ങോട് കൂടിയിട്ട് പടച്ചോന്റെ തണലോട് കൂടിയിട്ട് സംരക്ഷണത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ അങ്ങനെ മരണം വരെ കൊണ്ടുപോയി. ആ മരണത്തോടുകൂടി അദ്ദേഹം അവിടെ അവസാനിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പഠിച്ചോ നമ്മളെല്ലാരെയും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്നിട്ട് മൻകാൻ ആഖിറു കലാം, ആഖിറു കലാമില്ലേ നമ്മൾ പറഞ്ഞ ആഖിബത്ത പര്യവസാനം, അവസാനം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഒരാളുടെ അവസാനത്തെ കലിമത്തെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാം, സംശയമല്ല, സ്വർഗത്തിൽ കിടക്കും. അത് പറയാനുള്ള കഴിവ് അയാൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. അത് പറയാനുള്ള അറിവ് അയാൾ സ്വർഗത്തിൽ ജീവിതത്തിൽ വെച്ച് നേടിയിട്ടുണ്ട്. മലക്കൾ വന്ന് ഖബറിൽ നിന്ന് ചോദ്യം ചെയ്യുമ്പോ അവരോട് റബ്ബ് ആരാ, റസൂൽ ആരാ, നിന്റെ ഇമാം ആരാ എന്നൊക്കെ ചോദിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവൻ പറയുകയില്ല ലാതിരി ലാതിരി ലാതിരി, എനിക്കറിഞ്ഞൂടാ 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 എന്ന് പറയുമ്പോ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് പോലും അവനോട് ലാ ദറൈത്ത വലാ തലൈത്ത, ഇത്ര കാലമൊക്കെ ജീവിച്ചിട്ടും നീ ഒന്നും പഠിച്ചില്ലല്ലേ, നീ ഒന്നും ഓതി നോക്കിയില്ലല്ലേ, നിന്റെ കയ്യിൽ ഓതി നോക്കാൻ മാത്രം ഒരുപാട് ഓത്ത് കിതാബുകൾ ഉണ്ടായിട്ട് അതിൽ നിന്നൊന്നും ഓതി നോക്കിയില്ല, ഒന്നും പഠിച്ചില്ലേ, ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പോലും നീ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിന്റെ റബ്ബാരാണ്, ചുമ്മൻ റബ്ബുക്ക എന്ന് ചോദിച്ചപ്പോ റബ്ബി അല്ലാ എന്ന് പറയാനുള്ള അറിവ് നീ നേടിയിട്ടില്ലേ, നിന്റെ റസൂൽ ആരാണ്, നബിയാണെന്ന് ചോദിച്ചപ്പോ അത് പറയാനുള്ള അറിവ് നീ നേടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ അപ്പോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, മൗത്തുൽ മുഅ്മിൻ ബിഅറഖിൽ ജബീൻ, വിശ്വാസിയായ ഒരു മനുഷ്യന്റെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടാ. എങ്ങനെയാ നെറ്റിത്തടം വിയർത്തുന്നത്? ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് നല്ല സംസാരങ്ങളുണ്ട്. എന്നും ദീനിന്റെ മാർഗത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ തന്നെ നന്മയുടെ മാർഗത്തിലുള്ള അധ്വാന, നന്മയുടെ മാർഗത്തിലുള്ള ഹലാലായ മാർഗത്തിലുള്ള അധ്വാനമായതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. മോശമായ കാര്യത്തിലൂടെ പോകുമ്പോൾ വേണമെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുളിവിൽ കാശുണ്ടാക്കാൻ പറ്റാം, പലിശക്ക് കാശ് വാങ്ങാം, അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടങ്ങളോ വേണ്ടാത്തരങ്ങളോ ഒക്കെ നടത്തിയിട്ട് കൈക്കൂലി കൊടുത്തിട്ടും വാങ്ങിയിട്ടും ഒക്കെ പൈസ ഉണ്ടാക്കാം. മറ്റത് ശരിയായ വിധത്തിൽ പോകുമ്പോ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ മുട്ടിമുട്ടിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അത്രയൊന്നും ഉണ്ടാവില്ല. ഒരു വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മോളുടെ കാര്യം വിവാഹം കഴിഞ്ഞു, അതിന്റെ ആ കടം തീർക്കാൻ ഒരുപാട് കാലമായി വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. കാരണം എന്താ? കാരണോ ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ സമ്പാദിക്കാൻ പോയിട്ടില്ല. ഹറാമായ കാര്യങ്ങളൊന്നും തന്നെ തന്റെ വരുമാനത്തിൽ ഉണ്ടാകരുത് എന്നാ വിചാരിച്ചത്. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ, ആ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള സന്തോഷ വാർത്തയാ, നിങ്ങളുടെ നെറ്റിത്തടം വിയർക്കുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുമ്പോ ആ പ്രയാസത്തിൽ നിങ്ങളുടെ അവസാനത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു മരണാണ് ഏൽക്കേണ്ടി വരുന്നതെങ്കിൽ സന്തോഷിച്ചോളൂ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എടുക്കുക, ബാക്കി നോക്കുക. കാനു അശദ്ദ മിൻഹും ഖുവ്വ. പഴയകാല സമുദായങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. അവരുടെ ആഖിബത്ത് എന്താണ് നോക്കാൻ പറഞ്ഞു, പര്യവസാനം എന്തായിരുന്നു നോക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടു വീണ് കിടക്കുന്ന ഈത്തപ്പനകളെ പോലെ വീണ് കിടക്കുന്നത് കണ്ട. കാനു അശദ്ദ മിൻഹും ഖുവ്വ, അവർ ഇവരെക്കാളൊക്കെ എത്രയോ ശക്തിയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പര്യവസാനം അനുകൂലമാക്കാൻ അവർക്ക് സാധിച്ചില്ല. കഴിവുണ്ടായിരുന്നു, പക്ഷെ ആ കഴിവ് കൊണ്ട് ഒന്നും തന്നെ അവരുടെ പര്യവസാനം നല്ല രൂപത്തിലാക്കാൻ സാധിച്ചില്ല. ഖുർആൻ ഓതുന്ന ആളുകളൊക്കെ എത്ര പ്രാവശ്യമായി ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കുന്ന അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് പോലെയുള്ള ആയത്തുകൾ. ഇവരെ പോലെയുള്ള ആളുകൾ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. നമ്മളൊക്കെ ഒന്നുമില്ലാത്ത ആൾക്കാരാട്ടോ. പഴയ കാലത്തുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. പറഞ്ഞുതരാം, കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. വേറെ ഭാഗത്ത് ഖുർആൻ ചോദിക്കാ, അത്തബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ, വൃഥാ പൊങ്ങച്ചം നടിക്കാനായി എല്ലാ കുന്നിൻ പ്രദേശങ്ങളിലും നിങ്ങൾ പ്രതാപ ചിഹ്നങ്ങൾ അഥവാ ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ?
നിങ്ങൾ കണ്ടെടുത്ത് പോയി മുഴുവനും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ട്, വേറെ സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇങ്ങനെ ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയാണോ? എന്തിനാ മുകളിലോട്ട് ഉണ്ടാക്കിയ ഈ മകുടങ്ങൾ? എന്തിനാ അവിടെ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ കാര്യങ്ങളൊക്കെ എന്തിനാ? വീടിന്റെയും ആ ബംഗ്ലാവുകളുടെയും മുകളിലൊക്കെ എന്തിനാ എന്ന് ചോദിച്ചാ പൊങ്ങച്ചം കാണിക്കാനാ. അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയില്ലേ? തബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ. ഈ മസാനിഅ എന്ന പദം നമ്മൾ സാറിന് കേട്ട ഫാക്ടറി എന്ന വാക്കിന്റെ അർത്ഥം. പഴയ കാലത്തുള്ള സമുദായക്കാരുണ്ടാക്കിയ വീടിന്റെ അതിന് ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാ. നിങ്ങൾക്ക് എന്നെന്നും താമസിക്കാമെന്ന വിധേന നിങ്ങൾ മഹാസൗധങ്ങൾ ഉണ്ടാക്കിയാണോ? വലിയ വലിയ വീടുകൾ, ചെറുതല്ല. ഫാക്ടറികൾ എന്ന് പറഞ്ഞാല് ഒരുപാട് മിഷനറീസ് ഉള്ളതാണ്, അത് പ്രവർത്തിക്കാനുള്ളതാ. അത്രയും സൗകര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയോ? അതിന് വേറെ വിശദീകരണം ഉണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ബാറ്ററിയുടെ ഉപയോഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അത്തരത്തിലുള്ള വിശദീകരിച്ച് വെച്ചുകൊണ്ട് ഇനി ബാക്കി ഭാഗം ഖുർആൻ എടുത്തോളൂ. അസാറുൽ എന്ന് പറഞ്ഞാൽ ഭൂമി ഉഴുതുമറിക്കുകയും ചെയ്തു. അവർ ഭൂമി ഉഴുതുമറിച്ചു. വേറൊരർത്ഥം ഭൂമി കുടിച്ച് തോടുകളും മറ്റും ഉണ്ടാക്കി മണ്ണിന് അടിയിലൂടെ വെള്ളമൊഴുക്കുക. വേറൊരർത്ഥം ഭൂമി കുടിച്ച് ഖനിജങ്ങളും മറ്റും പുറത്തെടുക്കുക. 3 തരത്തിൽ അർത്ഥമുണ്ട്. എന്തായിരുന്നാലും ഭൂമി ഉഴുതുമറിക്കുന്ന ആളുകളായിരുന്നു. കൃഷി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നല്ല. കൃഷി വെക്കുക എന്നല്ല, നിങ്ങളുടെ സ്വന്തം ഒന്നല്ല. അസാറു എന്നാണ്. വേറൊരു ഭാഗത്ത് അസാറു എന്നുള്ളതിന് പകരം ആസാറൻ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം ഞാൻ കൊണ്ടുവരാം. അത് ഇതിനോട് സാമ്യമുള്ള മറ്റൊരു പദം എടുത്തുകൊണ്ട് ഇതിന് ഉപോത്ബലകം, ഇതിന് കിട്ടുന്ന വേറൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ പിന്നെ അവർ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താ അറിയോ? ഭൂമി ഉഴുതുമറിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് കൃഷിക്ക് വേണ്ടിയിട്ട് അവർ ഭൂമി ഉഴുതുമറിച്ചതിനെ സംബന്ധിച്ചാണ്. ശരിയാണ്. പക്ഷെ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഉണ്ടതിൽ. എന്താ വ്യാഖ്യാനം? ഭൂമി ഉഴുതുമറിച്ചു, ഭൂമി കുട്ടിച്ചോറാക്കിയ, ഭൂമി ഒന്നായിട്ട് അവരുടെ സ്വന്തമാണെന്ന് കരുതി സ്വന്തത്തെ പോലെ ഭൂമിയിൽ താന്തോന്നിത്തം കാണിച്ചുകൊണ്ട് ഭൂമി തന്നെ ഒന്നിന് കൊള്ളാത്ത അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുന്ന ഒരു അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ബാക്കി ഭാഗം ഖുർആൻ. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മലക്കുൽ അർള വഅമറൂഹ എന്ന് പറഞ്ഞു. വഅമറൂഹ അവർ താമസിച്ചു, അക്സറ കൂടുതൽ, മിമ്മ അമറൂഹ ഈ പറയുന്ന ആളുകൾ, മക്കയിലുള്ള ആളുകളൊക്കെ താമസിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് താമസിച്ച ആളുകളായിരുന്നവർ. അമറു എന്നാണ് വാക്കിനർത്ഥം. അമറ എന്നുള്ള വാക്ക് തന്നെയാണ് ഇമാറത്ത് എന്നൊക്കെ. ഇമാറത്ത് അറിയില്ലേ? ഇമാറത്ത് ഏത് ഇമാറയിലാണ് താമസിക്കുന്നത്? ബിൽഡിംഗ് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ വേറൊരു ആയത്തിൽ ഖുർആൻ വന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണ്? അവല യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം കാനൂ ഹും അശദ്ദ മിൻഹും ഖുവ്വത്തൻ. അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിലുള്ളതാണ്. വഅസാറൻ ഫിൽ അർള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ആസറു നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് വആസാറൻ ഫിൽ അർള്. അവർ ശക്തി കൊണ്ടും ഭൂമിയിൽ അവശേഷിപ്പിച്ച സ്മാരകങ്ങൾ കൊണ്ടും, ഭൂമിയിൽ അവശേഷിച്ച സ്മാരകങ്ങൾ കൊണ്ടും. അതൊന്നും ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല, കാലം കുറെ കഴിഞ്ഞു. പക്ഷെ അതൊക്കെ ആ എടുപ്പുകൾ, അവരുണ്ടാക്കിയ അവർ താമസിച്ച ആ താവളങ്ങൾ, അവർ താമസിച്ച ആ വീടുകൾ, കൊട്ടാരങ്ങൾ, അതിന്റെ ബാക്കി പത്രം ഇപ്പോഴും നമ്മൾ പല ഭാഗത്തും കാണുന്നില്ലേ? അപ്പോ അത്തരത്തിലുള്ള സ്മാരകങ്ങൾ കൊണ്ടും ഇവരെക്കാൾ കരുത്തരായിരുന്നു എന്ന്. അപ്പോ നിങ്ങൾ എന്തിന്റെ പേരില ഖുർആനെ നിഷേധിക്കുന്നത്? നിങ്ങൾ എന്തിന്റെ പേരില പരലോകത്തെ നിഷേധിക്കുന്നത്? നിങ്ങൾ എന്തിന്റെ പേരിലാണ് അഹങ്കാരം നടിക്കുന്നത്? ഈ 2 ആയത്തുകൾ നമ്മളെ വഅമറൂഹ അക്സറ മിമ്മ അമറൂഹ എന്നും കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വത്തൻ വആസാറൻ ഫിൽ അർദ് എന്ന് പറഞ്ഞ ഈ 2 ആയത്തും കൂടെ കൂട്ടി ഒന്ന് വായിച്ചു നോക്കൂ. നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിലും വളരെ സമുദായങ്ങൾ വിപുലമായി നടത്തിയിട്ടുണ്ട്. ഒരാശയം കിട്ടി. ഭൗതിക വിഭവങ്ങളെ വിപുലമായ തോതിൽ ചൂഷണം ചെയ്യുകയും ഗംഭീരമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. ആ സമൂഹങ്ങളെല്ലാം തങ്ങളുടെ സാംസ്കാരിക നാഗരികതകൾ സമേതം അവസാനം മണ്ണടിഞ്ഞു പോകാനുണ്ടായത്.
അവർ നിർമ്മിച്ച അമ്പര ചുംബികളായ സൗധങ്ങൾ നിലം പൊത്തിയിട്ടുണ്ട്. ആദർശവും ധർമ്മവും നോക്കാതെയുള്ള കേവലം ഭൗതിക നാഗരിക നിർമ്മിതികളാണ് അവർ നടത്തിയത്. അവർക്കൊന്നും ഇതിന്റെ പിന്നിൽ എന്താണ് ധർമ്മമെന്ന് സത്യമെന്ന് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒന്നും നോക്കിയിട്ടില്ല. ഭൂമിയിൽ അവിടെ ഇവിടെ ആയിട്ട് അവർക്ക് തോന്നിയത് മുഴുവനും അവർ പടുത്തുയർത്തിയതാ. അവർക്ക് തോന്നുന്നത് മുഴുവനും അവർ ഉണ്ടാക്കി തീർത്തതാ. എല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കാലം താമസിച്ചിട്ട്, ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ട്, ഇന്ന് ജീവിച്ച ആളുകളെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്ര എന്നറിയോ? ഇത് എത്ര ഉണ്ടാകും? ഈ അളവ് എത്രയാ? അക്സറ മിമ്മ അമറുഹ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെക്കാൾ അക്സർ കൂടുതലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ അളവൊന്ന് നോക്കി താരതമ്യം ചെയ്താൽ മതി. ഖുർആൻ ഒരു ആയത്ത് പറഞ്ഞു, വമാ ബലഗു മിഅ്ശാറ മാ അതൈനാഹും. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ 10 എന്നാണ്. അവർക്ക് നൽകപ്പെട്ടതിന്റെ 10 പോലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പണ്ട് കാലങ്ങളിൽ ജീവിച്ച ആളുകളുടെ 10 പോലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത് സത്യല്ലേ? എന്തൊക്കെ ഉണ്ടായിരുന്നത്? മിനൽ ഖുവ്വ, ശക്തി ഉണ്ട് അവർക്ക്. വകസ്റത്തുൽ മാൽ, ധാരാളം പണമുണ്ട്. വതൂലുൽ ഉംർ, ഒരുപാട് കാലം അവർ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ? ഒരുപാട് കാലം താമസിച്ചു. പിന്നെ അതേപോലെ അവർക്ക് ഒരുപാട് പണമുണ്ട്. വതൂലുൽ ഉംർ, അവർ ജീവിക്കുന്നതാകട്ടെ ഒരുപാട് കാലം ജീവിച്ച് ഒരുപാട് സമ്പത്തുണ്ട്. എല്ലാം ഉള്ള ആളുകളാ. എന്തുകൊണ്ടെന്നറിയോ? നമ്മളെ കയ്യിലുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പാരമ്പര്യമായി ഓഹരി പാരമ്പര്യമായി ഓഹരി വെക്കപ്പെടുന്നതിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൈകളിലുള്ളത്. പണ്ടുള്ള ആൾക്കാര് ഇങ്ങനെ ഓരി വെച്ച് പോന്നിട്ട് കുറച്ചല്ലേ കിട്ടിയിട്ടുള്ളൂ. പഴയ കാലത്തുള്ള ആൾക്കാരുടെ കൈകളിൽ സ്വാഭാവികമായിട്ടും കൂടുതലുണ്ടാകണം. നമ്മുടെ കൈകളിൽ വളരെ കുറച്ച് മാത്രം. ഈ വളരെ കുറച്ച് മാത്രം വെച്ചിട്ടാ മനുഷ്യന്റെ അഹങ്കാരെ. പിന്നെന്താ? ഉപകരണങ്ങളില്ല. നമ്മളെ മാതിരിയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും സാഹചര്യങ്ങളൊന്നുമില്ല. അത്തരമൊരു കാലഘട്ടത്തിൽ, ഉപകരണങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്, കൈകളുടെ കരുത്താണ്. ആ കൈകൾ കൊണ്ടുണ്ടാക്കിയ സൗകര്യങ്ങളെയാണ് ഖുർആൻ അവിടെ എടുത്തു കാണിച്ചത്. ഇപ്പൊ പറയുമ്പോ അക്സറ മിമ്മ അമറുഹ എന്ന് പറഞ്ഞപ്പോ ഒന്ന് വെറുതെ പരിശോധിച്ച് നോക്കുകയാണ്. ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. അമ്പിയാക്കന്മാരൊക്കെ ജീവിച്ച എത്ര കാലഘട്ടത്തിലാ? എത്ര കൊല്ലം ജീവിച്ചിട്ടുണ്ടാവും ഓരോ അമ്പിയാക്കന്മാര്? ആദം നബി അലൈഹി സ്വലാം 1000, നൂഹ് നബി അലൈഹി സ്വലാം 950, സ്വാലിഹ് നബി അലൈഹി സ്വലാം 586, ഷുഐബ് നബി അലൈഹി സ്വലാം 882, 852, ഹൂദ് അലൈഹി സ്വലാം 464, ഇബ്രാഹിം നബി അലൈഹി സ്വലാം 200 കൊല്ലം, മൂസാ നബി അലൈഹി സ്വലാം 120 കൊല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലം. ഈസാ നബിയുടെ അതില് 40 ആണോ അതല്ല 33 ആണോ? അതിന് ചെറിയൊരു വ്യത്യാസം എവിടെയെങ്കിലും സംസാരത്തിലൊക്കെ കാണാം. ഏതായിരുന്നാലും പഴയ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ജീവിച്ചത് നമ്മളൊക്കെ ഒരാള് ജീവിക്കുന്നതിന്റെ 10 മടങ്ങാണ്. അത്രയും കാലം ജീവിച്ച ആളുകളാ. ഇപ്പൊ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോ നമുക്ക് വളരെ കുറഞ്ഞ കാലം മാത്രമേ ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഈ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നത്. പിന്നെന്ത്? ഖുർആൻ നോക്കൂ. വജാഅത്ഹും റസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ അടുക്കൽ പ്രവാചകന്മാർ വന്നു. ഒരു വശത്ത് സ്വന്തം അസ്തിത്വത്തിലും ബാഹ്യമായ പ്രാപഞ്ചികമായ സംവിധാനത്തിലും മനുഷ്യ ചരിത്രത്തിന്റെ തുടർച്ചയായ അനുഭവങ്ങളിലും പരലോകത്തിന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. പുറത്തേക്ക് പോ, നിങ്ങളെ നോക്ക്, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭൂമിയിലൂടെ നടന്ന് സഞ്ചരിച്ച് ചരിത്രങ്ങളെ പഠിച്ചിട്ടൊക്കെ നോക്കിയിട്ട് പരലോകം വേണ്ടേ എന്ന് പറയും. വേണം. അതാണ് ഒരു ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചത്. രണ്ടാമതൊരു ഭാഗത്ത് ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നത് തങ്ങൾ സത്യവാന്മാരാണെന്ന് കുറിക്കുന്ന തെളിഞ്ഞ ലക്ഷണങ്ങളുള്ള പ്രവാചകന്മാര് നിരന്തരം ആഗതരായിക്കൊണ്ടിരുന്നു. പ്രവാചകന്മാരൊരു ഭാഗത്ത് വരുന്നുണ്ട്. അവര് വന്നിട്ട് ഞങ്ങൾ വന്ന് സത്യമാണ്, ഞങ്ങളുടെ അടുക്കൽ സത്യ കിതാബുണ്ട്, ഇതിൽ സംശയമല്ല, ഇന്ന തെളിവുകൾ ഇതാ, മോജിസത്ത് ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന്മാർ വന്നിട്ട് ഒരു ഭാഗത്ത് സംസാരിക്കുന്നു.
വേറൊരു ഭാഗത്ത് ചരിത്രങ്ങൾ പരിശോധിക്കാൻ, സ്വന്തത്തെ പരിശോധിക്കാൻ, ശാസ്ത്രം പഠിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് മനസ്സോടൊന്ന് ഉറപ്പിക്കുന്നുണ്ട് എന്ന്, അതുണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് ഉറപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഖുർആനോട് ചെയ്യുന്നത്. ബാക്കി ഒരു ചെക്ക് ലിസ്റ്റാ. അള്ളാഹു അവരെ ഉപദ്രവിക്കുന്നില്ല, ഒരാളെയും പടച്ചോനെ ഉപദ്രവിക്കുന്നില്ല, ഉപദ്രവിക്കില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ഇങ്ങനെ നാശക്ക് നേരിടേണ്ടി വന്നത് ഒന്നാമത്തെ കാരണം അള്ളാഹു തന്റെ വേദങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും മനുഷ്യർക്ക് സത്യജ്ഞാനം ലഭിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പഠിച്ചോനെ നിങ്ങൾക്ക് എന്ത് പറയാം. മനുഷ്യർക്ക് ശരിയായ മാർഗം ലഭിക്കാനുള്ള വേദഗ്രന്ഥങ്ങൾ നൽകി, ആ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ നൽകി. ഒന്ന്. രണ്ടാമത്തത്, പ്രവാചകന്മാരും വേദങ്ങളും അവതരിപ്പിച്ചിട്ടുള്ള ജ്ഞാനങ്ങളുടെ സാധ്യത സദാ പരിശോധിച്ചു നോക്കാനുള്ള ബുദ്ധിപരവും ശാസ്ത്രീയവുമായ ഉപാധികൾ മനുഷ്യന് നൽകി. ഇത് ശരിയാണോ തെറ്റാണോ, ഈ പ്രവാചകൻ ശരിയെന്ന തെറ്റാണോ, ഈ വേദങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് രണ്ടും പരിശോധിച്ചു നോക്കാനുള്ള ബുദ്ധിപരവും ശാസ്ത്രീയപരവുമായിട്ടുള്ള ഒരുപാട് ഉപാധികൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തത്, അതും കൂടെ നോക്കിയിട്ട് പറയും, മാർഗദർശനവും ഉപാധികളും അള്ളാഹു മനുഷ്യരിൽ നിന്ന് തടഞ്ഞു വെച്ചിട്ടില്ല. ഇതൊക്കെ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റാവുന്ന വിധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ പടച്ചോൻ വെച്ചിട്ടില്ല. എപ്പോഴും ഫ്രീയാ, സ്വാതന്ത്ര്യം നൽകി. നമ്മള് സൂറത്തിന്റെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ നിരക്ക് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. ആയത്തിന്റെ ബാക്കി വലാകിൻകാനു അൻഫുസഹും യദ്ലിമൂൻ. പക്ഷേ പടച്ചവൻ അക്രമം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. വലാകിൻകാനു അൻഫുസഹും യദ്ലിമൂൻ, അവരോട് തന്നെയാണ് അക്രമം ചെയ്തിരിക്കുന്നത്. എന്താ പറഞ്ഞതിനർത്ഥം? അവർ തന്നെ അവരോട് അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അതിന് കാരണം? അവർ തന്നെയാണ് ഈ ഒരു പര്യവസാനം, ഏറ്റവും ദുർഭഗമായ പര്യവസാനത്തിന്റെ ഉത്തരവാദികൾ. അവർ തന്നെയാണ് ഏറ്റവും മോശമായ ഈ അസാഹു എന്ന് പറഞ്ഞ പര്യവസാനത്തിന്റെ അടുത്ത ആയത്തിൽ വരാൻ പോകുന്നു. കാരണം എന്താ? ശരിയായി ചിന്തിക്കാതിരിക്കുന്നു. അതേപോലെ ശരിയായത് ഉത്ബോധിപ്പിക്കുന്നവരുടെ ഉത്ബോധനം വഴി, സൽവഴി സ്വീകരിക്കാതിരിക്കുന്നു. ശരിയായ ചിന്തല്ല, ശരിയായ ഉത്ബോധനം കേൾക്കാനോ അതിന്റെ പിന്നാലെ പോകാനോ അതനുസരിക്കാനോ അതിനും തയ്യാറായിട്ടില്ലാത്ത മനുഷ്യൻ പിന്നെ അവൻ സ്വന്തം അക്രമം ചെയ്യല്ലേ. അൻഫുസഹും യദ്ലിമൂൻ എന്നാണ്. അവരുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു. സ്വന്തത്തോട് അങ്ങനെ അക്രമം ചെയ്യാ. നമ്മൾ വേറൊരാളോട് അക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അതിലെ സാങ്കേതികത നമുക്ക് തിരിച്ചറിയാം. എന്നാൽ നമ്മളോട് തന്നെ അക്രമം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വാജിബായി എത്രക്ക് വാജിബൻ, ഒരു നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കുന്നു വിചാരിക്കട്ടെ, അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, ഒരു ഹറാമ് ചെയ്യുന്നു വിചാരിക്കുക, ആ ഹറാമ് കൊണ്ട് തനിക്കും കുടുംബത്തിനുമൊക്കെ ഇന്നോ നാളെയോ പിന്നീടോ ഒക്കെ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകൾക്ക് കാരണക്കാരൻ നമ്മളാണ്. അത് നമുക്ക് തന്നെ ദോഷമായിട്ടാണ് മാറുക. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തുനിന്ന് ഒരു കനി തിന്നിട്ട് പുറത്തേക്ക് വരേണ്ട ഒരു കിഴങ്ങുണ്ടായപ്പോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറഞ്ഞത് റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, പടച്ചോനെ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു ഇരിക്കുന്നു. അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു. ആ താമസിക്കുമ്പോ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് വിപരീതമായി പിശാച് പ്രവർത്തിച്ചപ്പോ സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയാകുമ്പോ പുറത്തേക്ക് വരേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുന്ന, സ്വന്തത്തോട് അക്രമം ചെയ്തു പോയി എന്നാണ് അവരതിനെ സൂചിപ്പിച്ചത്. ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ ഔ ലലമു അൻഫുസഹും എന്നാണ്. വല്ല നീചവൃത്തിയും ചെയ്യുന്ന മനുഷ്യൻ, ഔ ലലമു അൻഫുസഹും, അല്ലെങ്കിൽ തന്നോട് തന്നെ അക്രമം ചെയ്യുന്ന മനുഷ്യൻ, നീചവൃത്തികൾ തനിക്ക് തന്നെ എതിരാവുക, തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അത് മുഖേന നേരിടേണ്ടി വരിക. വേറൊരു ഭാഗത്ത് വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു എന്ന, ആരെങ്കിലും തിന്മ ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം ചെയ്തു, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, യജിദില്ലാഹ ഗഫൂറർ റഹീമ, പടച്ചവനെ പൊറുക്കുന്നവനായി കാരുണ്യവാനായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ സ്വന്തത്തോട് തന്നെ ദ്രോഹാണ് ചെയ്യുന്നത്, വേറൊരാൾക്കല്ല ദ്രോഹം ചെയ്യുന്നത്.
അപ്പൊ സ്വന്തം തന്നെ വരുത്തി വെച്ച വിനകളാണ് ഇവിടെ. നമ്മുടെ ഭൂമുഖത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഖുർആന്റെ നിർദ്ദേശം തന്നെ മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഭൂമിയിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ ഇത് നമുക്കെതിരായിട്ട് തന്നെ തിരിഞ്ഞടിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തന്നെയായി നമ്മുടെ നേരക്ക് തന്നെ തെറിച്ചു വരുന്ന റബ്ബർ പന്ത് പോലെ തിരിച്ചു വരുന്ന അനുഭവമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. 10-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. 10-ാമത്തെ ആയത്തിലേക്ക് പോവാണ്. ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون. ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها യസ്തഹ്സിഊൻ. ഓക്കെ, പിന്നീട് ദുഷ്പ്രവൃത്തി ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായി തീർന്നു. നേരത്തെ നമ്മൾ വിശദീകരിച്ച ആയത്തിന്റെ ബാക്കി ഭാഗം തന്നെ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു തള്ളുകയും അവയെപ്പറ്റി അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. എന്തുകൊണ്ടാണ്? കാരണം കിട്ടി. അവർ ദുഷ്പ്രവൃത്തി ചെയ്തു. എന്താ അവർ ചെയ്ത ദുഷ്പ്രവൃത്തികൾ? അതിന്റെ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞു. ഒന്ന്, പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളി. മൂന്നാമത്തത്, അടുത്ത കാര്യം, അവന്റെ ആ ആയത്തുകളെ അവർ പരിഹസിക്കുകയും ചെയ്തു. ഇതാണ് അതിലുള്ളത്. സുമ്മക്കാന ആഖിബത്തല്ലദീന അസാഉ സൂഅ അൻ കദ്ദബു ബിആയാത്തില്ലാ വകാനു ബിഹാ യസ്തഹ്സിഊൻ. ഓക്കേ, അതിലുള്ള അർത്ഥം സുമ്മ പിന്നീട്, കാന ആയിരുന്നു, ആഖിബത്ത് പര്യവസാനം, അല്ലദീന അസാഉ ദുഷ്പ്രവൃത്തി ചെയ്തവരുടെ, മോശത്തരം ചെയ്തവരുടെ, സൂഉൻ എന്നാണ് മോശം, അസാഉ എന്നത് മോശം ചെയ്തു. അസ്സൂഅ ഏറ്റവും ദുരന്തപൂർണം, ഏറ്റവും മോശം. അസ്സൂഅ അൻകദ്ദബു അവർ നിഷേധിച്ച് തള്ളുകയും ചെയ്തതിനാൽ, ബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ വചനങ്ങളെ, വക്കാനു അവരായതിനാലും, ബിഹാ അവയെപ്പറ്റി, യസ്തഹ്സിഊൻ അവർ പരിഹസിക്കുന്നു. എന്തൊക്കെ കുറെ കാര്യങ്ങൾ വന്നു അല്ലേ? അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആകും. നമുക്ക് അങ്ങോട്ട് പോവാം. അസാഉ സൂഅ, ഇതൊന്ന് പരിചയപ്പെട്ടാൽ ഈ ആയത്ത് ക്ലിയർ ആയിട്ടോ. ശ്രദ്ധിക്കാം. അസാഉ അസ്സൂഅ എന്നുള്ള ഈ രണ്ട് പദങ്ങൾ പരിചയപ്പെടുമ്പോ ആ ആയത്തിലുള്ള എല്ലാ അർത്ഥങ്ങൾക്കും നിങ്ങൾക്ക് വേഗം കിട്ടും. അതിലെ പദങ്ങൾ അത് പരിചയപ്പെടാം. അസാഉ എന്ന് പറഞ്ഞാൽ ഐ അല്ലദീ ജാഅ ഇല സ്വാലിഹി ഫഅഫ്സദഹു ഔ അൻശാ ഇഫ്സാദൻ ജദീദൻ. നന്നായി കിടക്കുന്ന ഒരു സാധനത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് അതിനെ കുഴപ്പമുണ്ടാക്കി, അതിനെ ഫസാദാക്കി, അതിന് പറയുന്ന പേരാണ് അസാഊദ്. ഔ അൻശ ഇഫ്സാദൻ ജദീദൻ, അല്ലെങ്കിൽ പുതിയതായിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു സാധനം, പുതിയൊരു മോശത്തരം ഉണ്ടാക്കി, അതിനും പറയാ ഇതാണെന്നാണ്. ഓക്കെ, ഈ അസാഊ എന്നാണ് പറയാ. പണ്ഡിതന്മാരെ അതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ എന്ന് പറഞ്ഞാല് സെയിം ജിൻസ് തന്നെ കൊടുക്കണ്ടേ? ഏത് ജിൻസാ? ഏതാ ജിൻസ് ഇവിടെ? ഏത് വിഭാഗ? ഈ മോശത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് ആ മോശത്തരം തന്നെയാണ് അതിന്റെ പര്യവസാനം കൊടുക്കുക എന്ന്. അതുകൊണ്ടാണ് അസൂ ആ എന്ന വാക്ക് പറഞ്ഞത്. അസാവൂ എന്നുള്ളതിന്റെ അതേ ജിൻസിൽപ്പെട്ട അതേ പദത്തിൽ തന്നെയാണ് അസൂ ആ എന്നുള്ള വാക്കുണ്ടാകും. എന്താ അസൂ എന്ന് പറഞ്ഞാല്? അസാഉ എന്ന് പറഞ്ഞാല് അസ്വ എന്നുള്ളതിന്റെ മുഅന്നസാണ് അസൂ എന്നുള്ളത്. അസ്വ എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ഏറ്റവും മോശം എന്നാണ്. അതിന്റെ സ്ത്രീലിംഗാണ് അസൂ എന്നുള്ളത്. അസ്വ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? അഹ്സൻ എന്നാണ്. അഹ്സൻ എന്നുള്ള മുദക്കർ പുല്ലിംഗം, അതിന്റെ സ്ത്രീലിംഗം ആണ് ഹുസ്ന എന്നുള്ളത്. അപ്പൊ ഹുസ്ന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് സുവ എന്നുള്ളത്. അഹ്സൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അസ്വ എന്നുള്ളത്. ഏറ്റവും മോശം, ഏറ്റവും നല്ലത്, ഏറ്റവും മോശം എന്നേ ഉള്ളൂ. പ്രശ്നക്കാരൊന്നുമില്ലേ? ഓക്കെ, അസ്ഗർ സുഹറ എന്ന് പറഞ്ഞല്ലേ, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പദം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത് സുഹറ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുഞ്ഞ് എന്ന് പറയുന്നത് സുഹറ. അതാണ് സുഹറ. നമ്മളെ കുട്ടികളെ പേരിടല്ലേ, അതിന്റെ പേര് സൂ എന്നുള്ളതിന് ഫിഅ്ലു തഫ്ളീലാണ് എന്ന് പറയാം. ഫിഅ്ലു തഫ്ളീൽ, ഫദ്ല് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതാണല്ലേ, കൂടുതൽ പോരിശാക്കാൻ വേണ്ടി പറയുന്നത് തന്നെ അല്ലേ, സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഫോമാണ് ഈ അസാവു എന്നുള്ളതിന് ഉണ്ടാക്കിയ ഫോമാണ് സൂ ആ എന്നുള്ളത്. സൂ ആ എന്നുള്ളത് സ്ത്രീലിംഗ പദത്തിൽ ഉപയോഗിക്കാണ്. ഹുസ്ന എന്നുള്ളത് പറഞ്ഞ പോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അല്ലദീന അസാഉ സൂ ആ, ഇതാണ് അതിന്റെ മെയിൻ വാക്യം, മെയിൻ ഏരിയ. എന്താ അതിനർത്ഥം? ഏറ്റവും വലിയ ദുരവസ്ഥയാണല്ലോ. അല്ലദീന അസാഉ
മോശത്തരം ചെയ്ത ആളുകൾക്ക് അസൂ ആ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് അവർക്ക് വരാനിരിക്കുന്നത്. ഭൂമി ഉഴുതുമറിക്കുകയും ഏറെക്കാലം താമസിക്കുകയും പ്രവാചകന്മാരെ കളവാക്കുകയും ചെയ്ത ആളുകളുടെ അവസാനത്തെ അവസ്ഥ എന്തായിരുന്നു നോക്കുക. ഇഹത്തിൽ അവർക്ക് ബാധിച്ച നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടു. പരലോകത്തിൽ ബാധിക്കാനിരിക്കുന്ന മോശമായ ശിക്ഷകളെ സംബന്ധിച്ച് ഖുർആൻ ഒരുപാട് വിശദീകരിച്ചു എന്ന് നമ്മൾ ഒരുപാട് കേട്ടു. അപ്പൊ ഇതിന്റെ ഈ ഒരു കാര്യം ആണ് ഖുർആൻ ഒന്നും കൂടെ എടുത്തു പറയുന്നത്. ഏറ്റവും മോശത്തരം ചെയ്ത ആളുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഏറ്റവും മോശത്തരം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും മോശമായ കാര്യങ്ങളാണ് അല്ലദീന അസാഉ സുഅ. എന്നാൽ നന്മ ചെയ്യുന്ന ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിടത്ത് ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന് പറയുന്നുണ്ട്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അൽ ഹുസ്നയാണ്. നേരത്തെ അസ്വാ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പദാണ് അൽ ഹുസ്ന എന്ന് ഞാൻ പറഞ്ഞു. ഖുർആൻ അതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് കൊടുക്കുക. അതിന്റെ കൂടെ ഖുർആൻ ഒരു വാക്കും കൂടെ ചേർത്തത് വസിയാദത്തുൻ എന്നാണ്. വസിയാദത്തുൻ തന്നെ എന്താ അറിയോ? കൂടുതലുണ്ട്. അപ്പൊ സുഹൃതം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുണ്ട്. പിന്നെന്താ ഉള്ളത്? കുറച്ച് കൂടുതലും കൊടുക്കും. എന്നാൽ തെറ്റ് ചെയ്ത ആളുകൾക്കോ ഏറ്റവും മോശമായ ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത്. പക്ഷെ കൂടുതലുണ്ടോ? കൂടുതലില്ല. വേറൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞത് ജസാഉ സയ്യിഅത്തുൻ മിസ്ലിഹാ എന്നല്ലേ പറഞ്ഞേ? തിന്മകളുടെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു തിന്മതിന് അതേപോലെയുള്ള കാര്യം തന്നെയാ. അതിന് തത്തുല്യമായതാണ്. അത് നീതിയാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാക്കപ്പെടുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതിലാണ്, നീതിയാണ്. എന്നാൽ സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് നന്മ കൊടുക്കുക എന്ന് പറയുന്നത്, അവർക്ക് പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് നീതി മാത്രമല്ല, അവിടെ പടച്ചവന്റെ കാരുണ്യവും റഹ്മത്തും കൂടെയുണ്ട്. അതാണ് പടച്ചവൻ അവർക്ക് കൂടുതലായിട്ട് സിയാദത്തായിട്ട് കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൽ ഇസാഅത്ത് എന്ന് പറഞ്ഞാല് ഇദ്ദുൽ ഇഹ്സാനാണ്. നമ്മൾ ഇസാഅത്തിനെ പറ്റി പറഞ്ഞു, മോശം ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അത് പറഞ്ഞാല് ഓക്കെ, ഇഹ്സാന്റെ നന്മയുടെ വിപരീത പദാണ് പിന്നെ അൽ ഇസാഅത്ത്, തെറ്റ് ചെയ്യാന്നുള്ളത്. സർവശക്തനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് നല്ല രൂപങ്ങൾ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ സൃഷ്ടിച്ചതുപോലെ അത് ഉപേക്ഷിക്കുന്നതിനാണ്. ശുദ്ധമായ പ്രകൃതി, ശുദ്ധവെള്ളം, ആ വെള്ളം കലക്കാൻ പോകരുത്, ആ വെള്ളത്തിൽ വൃത്തികേടാക്കാൻ പോകരുത്. കെട്ടിവിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കരുത് എന്ന് പറഞ്ഞു. അത് കേടുവരുത്തരുത് എന്ന് പറഞ്ഞു. അതിന്റെ ശുദ്ധ പ്രകൃതിയാണ് ഏത് അവസരത്തിൽ നിലനിൽക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതാണ് പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. അവൻ സൃഷ്ടിച്ചതുപോലെ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നന്മയിലായിരിക്കും. അത് മനുഷ്യന്റെ ഇടപെടലിൽ നിന്നാണ് ഇസാഅത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോയത്. ഖുർആൻ പറഞ്ഞു വൈദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ് ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളോട് പറഞ്ഞാല് അവരൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾ ഇസ്ലാം ഉണ്ടാക്കുക, ആ ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തീർച്ചയായും അവരങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഖുർആൻ അവസാനിപ്പിച്ചു. അതിന്റെ ബാക്കി ഭാഗം ആയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പോകുന്നു. അവർക്ക് എന്തുകൊണ്ടാണ് ഈ മോശമായ പര്യവസാനം എന്നത്? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ നിഷേധിച്ചു. രണ്ടാമത്തത്, ആയത്തുകളെ പരിഹസിക്കുകയും ചെയ്തു. ഒന്ന്, ആയത്തുകളെ നിഷേധിച്ചു, അൻകദ്ദബു ബിആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കി. രണ്ടാമത്തതോ, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുകയും ചെയ്തു. നിഷേധിച്ചാല് അതൊരു വലിയ കുറ്റം തന്നെയാ. പക്ഷെ അതിനെ പരിഹസിക്കാനും കൂടി പോയാലോ, ഇതെന്ത് പഠിച്ചോ, ഇതെന്ത് ഖുർആന്, ഇതെന്ത് ആയത്ത്, എന്നിട്ട് അതിന്റെ പേരെ കുറെ കാർട്ടൂണും വരച്ച് കുറെ വേണ്ടാത്തരകൾ ചെയ്ത് എന്തൊക്കെയാന്ന് ഇപ്പൊ യൂട്യൂബിലൊക്കെ കയറി നമ്മളൊരിക്കലും കാണാനും കേൾക്കാനും ഇവിടെ കൊണ്ടുവരാനും പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവരാതിരുന്നത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഇഷ്ടംപോലെ കാർട്ടൂൺസ് ഉണ്ട്. പ്രവാചകനെതിരായിട്ട്, ഇസ്ലാമിനെതിരായിട്ട്, ഇസ്ലാമിന്റെ നമസ്കാരത്തെ, ഇസ്ലാമിന്റെ ഓരോരോ കാര്യങ്ങളെയും ഒക്കെ പച്ചയായിട്ട് അവഹേളിക്കുന്ന എത്രയെത്ര കാർട്ടൂണുകളും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കാണാൻ സാധിക്കുന്നറിയോ. അങ്ങനെ പരിഹസിക്കുക എന്നുള്ളത് ഒക്കെ ഒരു രസത്തിനും ഒരു ഹരത്തിനും വേണ്ടിയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കളവാണ് യഥാർത്ഥത്തിൽ അവരെ പരിഹാസത്തിലേക്ക് എന്നാണ്. കളവ് പരിഹാസത്തിലേക്ക് പോവാ. മനുഷ്യൻ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചപ്പോ അങ്ങനെ നിഷേധത്തിലേക്ക് പോവുക. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ.
കുറ്റവാളികളായ ആളുകൾ വിശ്വാസികളെ കാണുമ്പോൾ ചിരിക്കാറുണ്ടായിരുന്നു പോലും. ചിരിക്കും, കണ്ടാ ഒരു ചിരിയാ, ഒരു 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 വല്ലാത്ത ചിരി, ഒരു ആക്കിച്ചിരി. വൈദാ മർറു ബിഹി യതഗാമസൂൻ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ സാസന അങ്ങോട്ട് പോയാല് തൊട്ടടുത്തുള്ളവരോട് കണ്ടിട്ട് കാണിക്കും, നോക്ക് ഓണാണ്ട, ഓനൊരു മുത്തക്കി, ഓന് റമദാനിൽ വന്നിരിക്കുന്നു. വൈദൻഖലബു ഇലാ അഹ്ലിഹിം ഇൻഖലബു ഫഖീൻ, ഇവര് അവസാനം അവരുടെ വീടുകളിലേക്ക് എന്നാലേ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, കണ്ട അവനെ ഞാൻ നല്ലോണം കൊടുത്തു, ഒന്ന് പരിച്ചു പിന്നെ എളിഭ്യനാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് സന്തോഷിച്ചിട്ട് ഫഖീൻ, അവർ വല്ലാതെ ആഹ്ലാദിക്കുക. എന്തിനാ ആഹ്ലാദിക്കുന്നത് അറിയോ? ഈ മുസ്ലിങ്ങളുടെ ദ്രോഹിച്ചതിന്, പ്രവാചകന്റെ ശരീരത്തിൽ കല്ലും മുള്ളും വാരിയെറിഞ്ഞതിന്, അദ്ദേഹം നമസ്കരിക്കാൻ നിന്നപ്പോ കുടൽമാലകൾ എടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ഇട്ടതിന്, അങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ വരുത്തിയതിന് അങ്ങനെയുള്ള സന്തോഷം കൊണ്ട് ആനന്ദിക്കുക. വിശ്വാസികളെ ഉപദ്രവിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന, പരിഹാസിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഈ ആളുകൾ വൈദാറഹും ഖാലു ഇന്നാ ഹൗലാഇ ലദാല്ലൂൻ, മാത്രമല്ല അവർ പറയും ഇതൊക്കെ വഴിവെച്ച ആൾക്കാരല്ലേ, ഒരു ഇതില്ലാത്ത കവായിദില്ലാതെ പഴച്ചു കിടക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറയും. ഖുർആന് മറുപടി പറഞ്ഞിട്ടുണ്ട്, പരലോകത്ത് എത്തിപ്പെടുമ്പോ ആ കാഫറുകളായ നിഷേധികളായ ആളുകളെ കാണുമ്പോ ഇതാ വിശ്വാസികൾ ഇവിടെ പുഞ്ചിരിക്കുന്നുണ്ട്, വിശ്വാസികൾ ചിരിക്കുന്നുണ്ട്. അവരുടെ ചിരിയുടെ ദിവസമാ, അവരുടെ അനുഗ്രഹത്തിന്റെ ദിവസമാ. ഒന്നും നശിക്കാത്ത, ഒന്നും കെട്ടുപോകാത്ത, ഒന്നും തീർന്നു പോകാത്ത, ഒന്നും തന്നെ ദ്രവിച്ചു പോകാത്ത, എല്ലാം സുന്ദരമായി സുമുഖമായി ആശ്വാസത്തോടുകൂടി ആനന്ദത്തോടുകൂടി അനുഭവിക്കാൻ പറ്റുന്ന ദിവസത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നു. ചാരികസേരകളിലിരുന്ന്, കട്ടിലുകളിലിരുന്ന്, സോഫകളിലിരുന്ന് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ ഓരോന്നും. ഈ നിഷേധികൾക്ക് അവർ പ്രവർത്തിച്ചതിന്റെ എന്തെങ്കിലും ഫലം അവിടെ കിട്ടിയോ? ഈ വിശ്വാസികളെ അധിക്ഷേപിച്ച് നടന്നിട്ട് കിട്ടിയോ? ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്, അതിനൊരു ഫൽസഫുണ്ട് പോലും, അതിനൊരു തത്വശാസ്ത്രമുണ്ട്. പരിഹസിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? പലതിനെയും, ഖുർആനെ പരിഹസിക്കുന്നവർ, ദീനിനെ പരിഹസിക്കുന്നവർ, ബാങ്കിനെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിന്റെ ഷിയാറുകളെ പരിഹസിക്കുന്നവർ, അങ്ങനെ പലതിനെയും, വിശ്വാസികളെ പരിഹസിക്കുന്നവർ, ഇങ്ങനെ പലരെയും നമ്മൾ കാണുന്നില്ലേ? എന്താ അതിന് ഫൽസഫ എന്നറിയോ? വാതോരാതെ അന്യരെ പറ്റി ഏഷണിയും പരദൂഷണവും പറയുന്നവർ വ്യക്തി ജീവിതത്തിൽ ശുദ്ധരല്ലെന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാ. ഇങ്ങനെ അന്യരെ പറ്റി ഏഷണിയും പരദൂഷണവും പറയുന്നവർ വ്യക്തി ജീവിതത്തിൽ അവർ ശുദ്ധരായിരിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ പറ്റി പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ മോശക്കാരെ എന്ന് പറയുമ്പോ അതിൽ അവരെ പിഴപ്പിച്ചത് കൂടി നീയാണ് എന്നാണ്. ഒരാള് മോശക്കാരാണെന്ന് പറയുമ്പോ അവരെ ഫസാദാക്കിയത് പോലും നീയാണ്. അതിന് കാരണക്കാരൻ നീ ഫസാദായത് മാത്രമല്ല, അവരെ ഫസാദാക്ക്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനും നീയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫലായില് സ്വന്തമായി നേടാനാകാത്ത ആളുകളാണ്. ഇതിനൊരു ഫൽസഫ പറയുമ്പോ, തത്വശാസ്ത്രം പറയുമ്പോ എങ്ങനെയാ പറയാം? സ്വന്തമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ജീവിതത്തിൽ, ഫലായിലുകൾ, എന്തെങ്കിലും ഫളീലത്ത് നേടാൻ സാധിക്കാത്ത ആളുകളാണ് പോലും അങ്ങനെ ചെയ്യുക. അപ്പൊ ഫയഹു, അവർ ഭയങ്കര ഹൊയിലായിരിക്കുന്നതാണ്, ക്രോധായിരിക്കുന്നതാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ദേഷ്യവും പകയും, ഒന്നും ചെയ്യാനും എടുക്കാനും പറ്റാത്ത രൂപത്തിലുള്ള അവന് മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. അങ്ങനെ അവൻ ചെന്നിട്ട് വയലിമഹു അയ്യറ മുസ്തഖീമൻ പടച്ചോനനുസരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ നേരെ നിരക്ക് നടക്കുന്നത്, ചെയ്യുന്ന, പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര വേദന ഉണ്ടാവുന്നതാണ് മനസ്സിൽ. അങ്ങനെ കുറ്റകരമായ പ്രതികാര വാഞ്ചയിലായിരിക്കും അവന്റെ മനസ്സ് ഏത് സമയത്തും. അങ്ങനെ അതിന്റെ അവസാനത്തെ ഒരു കളി, അല്ലെങ്കിൽ അവസാനത്തെ ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ളവർക്കാണ് അവനെ സുഹൃ ചെയ്ത് അവനെ പരിഹസിക്കാനും ഇല്ലാണ്ടാക്കാനും കൊച്ചാക്കാനും ഒക്കെ വേണ്ടി ഇവർ ശ്രമിക്കുന്നത്. എന്തിനാ? എങ്ങനെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോന്നോട്ടെ. നല്ല പഠിക്കുന്ന കുട്ടീനെ കാണുമ്പോൾ പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു പ്രയാസം, നല്ല ബുദ്ധിയുള്ള കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ, നല്ല ഈമാനുള്ള മനുഷ്യരെ കാണുമ്പോൾ അതില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഓരോന്നിനും നന്മയിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഈ ഒരു തരത്തിലുള്ള അസൂയയിൽ നിന്നോ അല്ലെങ്കിൽ ക്രോധത്തിൽ നിന്നോ ഒക്കെ വരുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഈ പരിഹാസം എന്ന് പറയുന്നതെന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ട്രോളുകളുടെ കാലാണോ? എന്തിനും ട്രോളാ, എന്തിനും തമാശയാ. എന്താ? ഒരു കളിയാണ്, അത് വെറുതെ അങ്ങനെ ചെയ്തു, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, ആ ഒരു നേരം സാരല്ല എന്ന് പറയുന്ന ആളുകൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മറ്റുള്ള ആളുകളെ ട്രോളുന്നത് ഒരു ഹരമായി കാണുന്ന ആളുകൾ. സാമൂഹ്യ മാധ്യമങ്ങളും ട്രോളുകളും ഇന്ന് വലിയ വിഷയ. ഇസ്ലാം പരിഹാസത്തെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്.
രാഷ്ട്രീയം, മതം, വ്യക്തിത്വം, സ്വഭാവം, പ്രവൃത്തി, വാക്ക് എന്ന് തുടങ്ങി എന്തിന്റെ പേരിൽ ആളുകൾ ഇങ്ങനെ പരിഹസിക്കുന്നതെങ്കിലും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. സൂറത്തുൽ ഹുജറാത്തിൽ ഖുർആൻ പറയുന്ന ആയത്തില്ലേ, സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ ആയിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് നമുക്ക് കാണാം. ഇവിടെ ഒരു വിഭാഗം എന്നാ പറഞ്ഞത്. ഒരു വിഭാഗം, വ്യക്തി പാടില്ല എന്ന് മാത്രമല്ല, ഒരു വിഭാഗമാകുമ്പോ കൂടുതൽ ശക്തി കൂടും. ഒരു നാട് വേറൊരു നാടിനെ പരിഹസിച്ചാൽ എന്താ കഥ? ഒരു വിഭാഗം, ഒരു മതവിഭാഗം വേറൊരു മതവിഭാഗത്തെ പരിഹസിച്ചാൽ എന്താ കഥ? ഒരു കൂട്ടം ആളുകൾ വേറൊരു കൂട്ടത്തെ, ഒരു കുടുംബത്തെ ഒക്കെ പരിഹസിച്ചാൽ, ഒരു കുടുംബം വേറൊരു കുടുംബത്തെ പരിഹസിച്ചാൽ എന്താ കഥ? നമ്മൾ ഒറ്റയ്ക്ക് ഒരാളെ പരിഹസിക്കുന്നത് പോലെ ആയിരിക്കുമോ? അത് വലിയ ഭവിഷ്യത്തുണ്ടാവില്ലേ? അപ്പൊ ഖുർആൻ ആ വാക്കാണ് ഉപയോഗിച്ചത്, ഖൗമുൻ എന്നാണ്. ലാ യസ്ഖർ ഖൗമുൻ എന്ന ഒരു ഖൗം പരിഹസിക്കരുത് എന്ന് പറഞ്ഞ് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഈ ഇസ്തിഹ്സാ, പരിഹാസം എന്നൊക്കെ പറയുന്നത് ശരീഅത്തിൽ എന്താ അതിന്റെ വിധി നമ്മൾ നോക്കുക. മതവിധികൾ, പരിശുദ്ധ ഖുർആൻ, പിന്നെ അതിലെ വചനങ്ങൾ എന്നിവയൊക്കെ പരിഹസിക്കുന്നതിന്റെ മതവിധി എന്താണ് അതിന്റെ വിധി എന്താ? വലയിൻ സഅൽതുഹും ലയഖൂലന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. അവരോട് ഈ ഖുർആനെ കളിയാക്കുന്ന, പ്രവാചകനെ കളിയാക്കുന്ന, വിശ്വാസികളെ കളിയാക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, അത് എന്താ അറിയോ, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ ചെറിയൊരു ജോക്ക്, ഒരു നേരം പോക്കിന്, വനൽഅബ് ഒരു കളിക്കായിരുന്നു, വെറുതെ ഞങ്ങൾ ഒരു തമാശ പറഞ്ഞതാണ് എന്ന് അവർ പറയാ. ഖുൽ, അവരോട് ചോദിക്കി, അബില്ലാഹി വആയാതിഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടാണോ കളിക്കുന്നത്? അള്ളാഹിന്റെ ആയത്തുകളെ കൊണ്ടാണോ കളിക്കുന്നത്? അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടാ തമാശാക്കുന്നത്? അള്ളാഹിന്റെ റസൂലിനെയാ നിങ്ങൾ ഇവിടെ ട്രോളുന്നത്? നിങ്ങൾ ഇവിടെ തമാശയാക്കിയിട്ട് എഴുതി വിടുന്നത്, വരച്ചു വിടുന്നത്, സംസാരിക്കുന്നത് ഒക്കെ നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹിന്റെ ആയത്തുകളെയും അള്ളാഹിന്റെ റസൂലുകളെയും കണ്ട കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഇങ്ങനെ ചെയ്യുന്നവരെ ഒരു കഴിയുമ്പോ തരാനില്ല. ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഖദ് കഫർതും, നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, കുഫ്ർ ചെയ്തിരിക്കുന്നു. ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന്റെ ഉത്തരം കിട്ടിയോ? മതവിധി കിട്ടിയോ? അള്ളാനെയും അള്ളാന്റെ ആയത്തുകളെയും അള്ളാന്റെ പ്രവാചകനെയും ഒക്കെ പരിഹസിക്കാതെ പറഞ്ഞാൽ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ടോ, വെറുതെ പറയണ്ട, എന്ത് മുക്കരിക്കൊന്ന് മാങ്കൊടുക്കാനേ നേരമുള്ളൂ എന്ന് എന്തിനായിരുന്നാലും പള്ളിയെ പറ്റി അള്ളാഹിന്റെ ഷിയാറുകളെ പറ്റിയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ ഗൗരവപ്പെട്ട കാര്യമാണ്. കഫർത്തും ബഅദ ഈമാനി, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായിരിക്കുന്ന പറഞ്ഞു. ഇമാം നബവി പറഞ്ഞത് വഅജ്മഉ അലാ അന്ന മൻ ഇസ്തഖഫ ബിൽ ഖുർആൻ ഔ ബിശൈഇൻ മിൻ എന്ന് പറഞ്ഞിട്ട് കഫറ എന്താ? ഖുർആനിനെ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ശകലത്തെ, ഒരു ചെറിയ ശകലം ഭാഗത്തെ ആരെങ്കിലും കൊച്ചാക്കി സംസാരിച്ചു, ഖുർആന്റെ ആയത്തുകളെ കൊച്ചാക്കി സംസാരിച്ചു, ഇത് ഖുർആനിൽ പറ്റൂല കേട്ടോ, ഇതെന്ത് പഠിച്ചോനാ ഇങ്ങനൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചാക്കി സംസാരിച്ചാൽ കഫറ, കാഫിറാണ് അവൻ എന്ന കാര്യത്തിൽ അജ്മഉ എന്ന് പറഞ്ഞാൽ എന്താ? ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാരുടെ ഒന്നിച്ചുള്ള അഭിപ്രായം ഉണ്ട്. ഒന്നിച്ചുള്ള അഭിപ്രായം തന്നെ എന്താ അറിയോ? ദീനിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, മുർത്തദ്ദാണ് അയാളെന്ന. അപ്പൊ നമ്മൾ പറയും ചിലപ്പം യഥാർത്ഥത്തിലുള്ള പരിഹാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ചെറിയ തമാശ മാത്രമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ റസൂലിന്റെ ഒരു വാക്യം കൂടെ കേൾക്കാം. എന്താ വാക്യം എന്നറിയോ? ഇന്നല്ലാബുദലയത്തക്കല്ലം ബിൽ കലിമ, ചില ആൾക്കാർ വെറുതെ ചില വർത്തമാനങ്ങൾ നടത്തും. മായതബയ്യനു ഫിഹാ യഹ്വി ബിഹാ ഫിന്നാർ, അവരെ അങ്ങനൊന്നും അത്രയൊന്നും പരിഗണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്തരത്തിലുള്ള സംസാരങ്ങൾ ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂട്ടിവെക്കുന്നത് പോലെ, ചെറിയ ചെറിയ കല്ലുകൾ കൂട്ടിവെക്കുന്നത് പോലെ തെറ്റുകളുടെ കൂമ്പാരം അവനിലേക്ക് കടന്നു വന്നിട്ട് അവസാനം അവൻ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെറുതാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് വന്നു. ശരി, നമ്മള്
ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് ഒന്ന് ഓതി കേൾക്കാം. അപ്പൊ പരിഹാസം എന്ന് പറയുന്നത് അത് ഏതർത്ഥത്തിലാണെങ്കിലും വലിയ ഗുരുതരമായ തെറ്റാണ്, പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടുന്നതിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നില്ല. അടുത്ത ഭാഗം ഇവിടെ നമ്മൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ടോ. 10 വരെയുള്ള ആയത്തുകളിൽ ഒരു പാരഗ്രാഫ്, ഒരു ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒന്നാമത്തെ ഭാഗം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഞാൻ നമ്പർ അയച്ചു തന്ന നമ്പറുകളിൽ ഹിഫ്ളാക്കിയിട്ട് ഓതി കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും പഠിച്ചതും അറിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുറത്തി ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.